കായംകുളത്തിന് ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത് നൂതനയുഗം പ്രസ് നടത്തിയിരുന്ന പത്രപ്രവർത്തകനായിരുന്ന അബൂബക്കർ ലബ്ബ എന്ന ലബ്ബ സാറിൻ്റെ ചെറുമകളായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു നിയോഗമാണ്. കാരണം അവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു മണ്ണിൽ അതിൻ്റെ ഒരു പിൻഗാമിയായിട്ട് വേറൊരു വഴിയിലൂടെ ഈ വഴിത്താരയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ആദരവോടെ തന്നെ ഓർക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളിലൊക്കെ ഏറ്റവും വിനീതയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളിലൊന്നും അറിവ് കൂടിയ ആളല്ല. പക്ഷേ ഈ ഒരു വേദി, ഈ ഒരു അവസരം തന്നതിന് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത് കൂടുതലും. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എന്തുകൊണ്ട് നമ്മൾ മഹാകവിയെ ഓർക്കുന്നു എന്നുള്ളത് അവരുടെ ഇടയിലേക്ക് ഏറ്റവും ശക്തമായി തന്നെ എത്തിച്ചേരണമെന്നാണ്. കാരണം നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇരുന്ന് നമ്മൾ മഹാകവിയെ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം എഴുതി വെച്ചു, അല്ല, ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമാകാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടതിന്ന് നമ്മളിങ്ങനെ കൺമുന്നിൽ കണ്ടു മറിഞ്ഞു ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ആചാരം തുടങ്ങുന്നത്, അതെങ്ങനെയാണ് ഒരു ശാസ്ത്രമായി മാറുന്നത്, അതെങ്ങനെ ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് എന്ന് ഏറ്റവും സങ്കടത്തോടു കൂടി തന്നെ നമ്മൾ പലയിടത്തും കണ്ടും കേട്ടും ഇരിക്കുമ്പോൾ, കാലങ്ങൾക്ക് മുമ്പേ അങ്ങനെ എഴുതി വെച്ച ഒരാളുടെ നിയോഗത്തിൻ്റെ ബാക്കി പത്രമായി നമ്മൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ഒരിക്കൽ ഉപ്പിനെ കുറിച്ച് കേട്ട ഒരു കാര്യമുണ്ട്. ഉപ്പിന്റെ സ്വഭാവം അത് സമുദ്രത്തിൽ അലിഞ്ഞു ചേരുക എന്നുള്ളതാണ്. ഭരണിയിൽ അതൊരു സമുദ്രം തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു കൊച്ചു ഭരണിയിൽ നമ്മളൊരു സമുദ്രത്തിലേക്ക് അലിഞ്ഞു ചേരാനായിട്ട് ഉള്ള നിയോഗത്തിലേക്ക് ഇരിക്കുകയാണ്. ഇതൊരു മഹാസമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരാനുള്ള ഒരവസരമായിട്ട് നമ്മൾ ഓരോരുത്തരും കാണുക. കാരണം നമ്മുടെ സ്വാഭാവികമായ പ്രകൃതി എന്ന് പറയുന്നത് ഉപ്പിനെ കൂടുതൽ ഉപ്പാക്കി മാറ്റുക എന്നുള്ളതാണെങ്കിൽ, ആ മഹാസമുദ്രത്തിലേക്ക് ഒഴുകി എത്തുന്നത് വരെ ഈ ഒരു മനസ്സോട്, ഈ ഒരു ഊർജത്തോടു കൂടി കൂടുതൽ ചെറുപ്പക്കാരെയും കൂടി ചേർത്ത് പിടിച്ച് എന്തുകൊണ്ട് മഹാകവിയെ കേൾക്കുന്നു, എന്തുകൊണ്ട് ഓർക്കുന്നു എന്ന് അവർക്കൂടെ എത്തിച്ചു കൊടുത്തിട്ട് ആ വലിയ സമുദ്രത്തിലേക്ക് ഒഴുകി എത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എല്ലാവിധ ആശംസകളും അതിന് മുന്നോട്ട്. പനിയുടെ കുറച്ച് അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർക്കുന്നത്. വേദി തന്നതിന് വളരെയധികം സന്തോഷം.